ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. നമ്മളുടെ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ റെഗുലറായി കാണുവാനായിട്ട് ഇതോടൊപ്പമുള്ള ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ എന്തിനാണ് ഈ ക്ലാസ് കാണുന്നത്? നമ്മൾ ഈ ക്ലാസ് കാണുന്നത് നമുക്ക് അനായാസേന അനർഗളമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണം. അത്തരത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുവാനായിട്ട് ഞാൻ ഇന്നൊരു മാജിക് വേർഡുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു മാജിക് വാക്കുണ്ട്. ആ മാജിക് വാക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ, ഇംഗ്ലീഷ് സംസാര ഭാഷയിൽ നമുക്ക് 5% നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ബാക്കി 95% ഉള്ളൂ. അപ്പോൾ ആ മാജിക് വേർഡിൻ്റെ പ്രയോഗം എന്താണ്, ആ മാജിക് വേർഡ് എന്താണ്, അതെങ്ങനെ, എവിടെ, എപ്പോഴൊക്കെ നമ്മൾ പ്രയോഗിക്കണം എന്ന് അറിയാവുന്നതിനായിട്ട് നമ്മുടെ ഈ ക്ലാസ് കംപ്ലീറ്റ് നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോടും മറ്റുള്ളവരോടും നമ്മളുടെ ചാനലിനെ കുറിച്ച് പറയുക. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുവാനായിട്ട് അവരെയും പ്രാപ്തരാക്കാനായി നമ്മൾ സഹായിക്കുക. So welcome all. I told you about the magic word. There is a wonderful word in English. If you learn that word, you can easily cover the 5% of totally English language. I am saying like that. ഞാൻ പറഞ്ഞു 5% നിങ്ങൾക്ക് ആ മാജിക് വേർഡിൻ്റെ പ്രയോഗം പഠിച്ചു കഴിഞ്ഞാൽ 5% നിങ്ങൾക്ക് ഇംഗ്ലീഷ് അനായാസമായിട്ട് സംസാരിക്കുവാനായി സാധിക്കും. നിങ്ങൾക്കറിയണ്ടേ ആ മാജിക് വേർഡ് എന്താണെന്നുള്ള കാര്യം? ഞാൻ പറയാൻ പോവുകയാണ് ആ മാജിക് വേർഡ് എന്താണെന്നുള്ള കാര്യം. ഐ എം ഗോയിങ് ടു ടെൽ യു which word is that. That word is what? That word is WHAT. What. What എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്. ഈ എന്ത് എന്നുള്ള ഈ സിമ്പിൾ വാക്കിൽ കൂടി WHAT വാട്ട്, ഈ വാട്ട് എന്ന് പറഞ്ഞ ഈ സിമ്പിൾ വാക്കിലൂടെ നമുക്ക് ടോട്ടൽ ഇംഗ്ലീഷ് സംസാര ഭാഷയുടെ 5% നമുക്ക് കവറപ്പ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ്? നമ്മൾ ഈ 5% ഈ സിമ്പിൾ വാക്ക്, വാട്ട് എന്നുള്ള വാക്ക്, അതായത് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പഠിക്കുമെന്നുള്ളതാണ് മേ ബി നിങ്ങളുടെ സംശയം. നമ്മൾക്കറിയാം നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മൾ മലയാളത്തിൻ്റെ കാര്യം എടുത്തു നോക്കി, നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം എന്ത് എന്ന് പറയുന്നുണ്ട് ജീവിതത്തിൽ? 1000 തവണ, മേ ബി മോർ ദാൻ ദാറ്റ് വൺ, മോർ ദാൻ 1000 ടൈം വി ആർ സ്പീക്കിംഗ്, അല്ലെങ്കിൽ വി ആർ യൂസിങ് ദ വേർഡ് വാട്ട്. എന്ത് എന്നുള്ള വാക്ക് നമ്മൾ നിത്യോപയോഗത്തിൽ എത്രയോ പ്രാവശ്യമാണ് നമ്മൾ പറയുന്നത്, ശരിയല്ലേ? അപ്പം നിങ്ങൾക്കറിയാവുന്ന വാട്ട് ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ, കോമൺ ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞേ. എന്തൊക്കെയാണത്? ഏറ്റവും ആദ്യം നമുക്കറിയാം, നമ്മൾ ആദ്യം ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ നെയിം. വാട്ട് ഈസ് യുവർ നെയിം. ദെൻ രണ്ടാമത്തേത്, ഞാൻ ചെറിയ ഉദാഹരണങ്ങളാണ് പറയുന്നത്. വാട്ട് ആർ യു ഡൂയിങ്. രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണ്? വാട്ട് ആർ യു ഡൂയിങ്. പിന്നെ നമ്മൾ കാര്യം ചോദിക്കും, എന്താണ് ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ ടൈം നൗ. ഇപ്പോൾ സമയം എത്രയായി? വാട്ട് ഈസ് ദ ടൈം നൗ. പിന്നെ വേറെ സിമ്പിളായിട്ട് നമ്മൾ വെറുതെ ചോദിക്കാം, എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദീസ്. ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ധാരാളം വാട്ട് ഉപയോഗിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട്, അല്ലേ? എന്തൊക്കെയാണ്? വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ഈസ് ദ ടൈം നൗ, വാട്ട് ഈസ് ദീസ്, വാട്ട് എ ഫിലിം, വാട്ട് എ ബ്യൂട്ടി, വാട്ട് എ ഫണ്ടാസ്റ്റിക്, ശരിയല്ലേ? വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. അങ്ങനെ ധാരാളം സ്ഥലത്ത് നമ്മൾ ഈ എന്ത് എന്നുള്ള ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇവിടെ ശ്രദ്ധിച്ചേ, വാട്ട് ഈസ്, വാട്ട് ആർ. അപ്പം ഞാൻ മറ്റൊരു എക്സാമ്പിളോടെ ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. ദർ ഇസ് WHAT, വാട്ട്, ABEAUTY, വാട്ട് എ ബ്യൂട്ടി. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് എ ബ്യൂട്ടി. ഇത് മനസ്സിലായല്ലേ? നമ്മൾ വാട്ട് ഉപയോഗിച്ചു, വാട്ടിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് എന്തൊക്കെയാണ്? വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ആർ യു ഡൂയിങ്, ദെൻ വാട്ട് ഈസ് ദിസ്, വാട്ട് എ ബ്യൂട്ടി. ഇങ്ങനെയാണ് കുറെ പൊതുവായിട്ടുള്ള ചില സംഗതികൾ. ഈസ്, ആർ, എ.
എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ വാട്ട് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് വാട്ടിന് ശേഷം വരുന്ന വാക്കുകൾ ഏതൊക്കെയായിരിക്കാം? കോമൺ ആയിട്ട് വരുന്ന വാക്കുകളാണ് വാട്ട് ഈസ്, വാട്ട് ആർ, വാട്ട് എ. അപ്പൊ ഇത് മൂന്നും മറക്കാതെ ഓർത്തു വെക്കുക. വാട്ട് ഈസ്, വാട്ട് ആർ, വാട്ട് എ. അപ്പോൾ വാട്ട് എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് യുവർ നെയിം, നിന്റെ പേരെന്താണ്? വാട്ട് ആർ യു ഡൂയിങ്, നീ എന്തു ചെയ്യുന്നു? വാട്ട് ഈസ് ദ ടൈം നൗ, ഇപ്പോൾ സമയം എത്രയായി? വാട്ട് ഈസ് ദിസ്, ഇത് എന്താണ്? വാട്ട് എ ബ്യൂട്ടി, ദാറ്റ് മീൻസ് എത്ര മനോഹരം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാട്ട് ഉപയോഗിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സംഭാഷണത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വാട്ട് എന്നുള്ള സംഗതി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. വെറുതെ നമ്മൾ പറയാം, കൂട്ടുകാരനെ കാണുമ്പോൾ വാട്ട് എ ഫണ്ടാസ്റ്റിക് ഷർട്ട്, നമുക്ക് പറയത്തില്ലേ? വാട്ട് ഡ്രസ് യു വിയർ, എത്ര മനോഹരമായ എത്ര നല്ല ഡ്രസ്സാണ് നീ ഇട്ടിരിക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള വാട്ട് എന്നുള്ള ഈ വാക്ക് നിത്യോപയോഗത്തിൽ നമ്മൾ മലയാളം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ വാട്ട് നിങ്ങൾ കൊണ്ടുവന്ന് അവിടെ ചേർക്കുക. ഈ വാട്ട് അവിടെ കൊണ്ട് ചേർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് ഈസും ആറും ഒക്കെ അങ്ങ് വന്നു ചേർന്നോളൂ. നമ്മൾ അതിനകത്ത് കൂടുതലായിട്ട് വലിയ എന്താ പറയുക എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വാട്ട് യുവർ നെയിം നമ്മൾ പറയില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് ഇച്ചിരി ഒരു സെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക വാട്ട് ഈസ് യുവർ നെയിം എന്ന് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. അപ്പം നമുക്ക് അതിനകത്ത് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും വാട്ട് കഴിഞ്ഞിട്ട് അവിടെ ഈസ് വന്നിട്ടുണ്ട്. ശരിയല്ലേ? നമ്മളൊരു സിനിമ കാണാൻ പോയി. അപ്പം നിങ്ങളോടൊരു കൂട്ടുകാരൻ ചോദിക്കുവാണ് എങ്ങനെ ഉണ്ടായിരുന്നു, മീൻസ് രാജ എങ്ങനെ ഉണ്ടായിരുന്നു ആ സിനിമ? വാട്ട് എ ഫിലിം യാർ. അപ്പം വാട്ട് എ ഫിലിം, നമുക്കപ്പോൾ അവിടെ നമ്മൾ വെറുതെ ഒന്നും വേണ്ട, നമ്മൾ വെറുതെ വാട്ടങ്ങ് ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? അപ്പം നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയപ്പോഴത്തേനും ഹൗ വാസ് എ ഫുഡ്, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വാട്ട് എ ഫുഡ്. നമ്മൾ ഒന്നും വേണ്ട, നമ്മളപ്പോൾ അവിടെ ഒരു വാട്ടങ്ങ് പ്രയോഗിക്കുക. അപ്പം അങ്ങനെ പല പ്രാവശ്യം നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഈ വാക്ക് പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനോടൊപ്പം ചേർക്കുന്ന മറ്റു ചില വാക്കുകൾ പ്രയോഗിക്കാനുള്ളൊരു പ്രചോദനം നമുക്ക് തനിയെ നമുക്ക് വന്നു ചേരും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ പറയുമ്പോഴത്തേന് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണ്? വാട്ട് ഈസ് ദിസ്, വാട്ട് ഷുഡ് ഐ സേ, വാട്ട് എ പിറ്റി, വാട്ട് എ പ്രെറ്റി, വാട്ട് യു വാണ്ട്. അപ്പോൾ അതൊരു കാര്യമുണ്ട്, വാട്ട് യു വാണ്ട്. അവിടെയും യു എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട്, വാട്ട് യു വാണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ സംഗതികൾ. അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളോട് ഈസ് ചേർക്കും, വാട്ട് ഈസ് പറഞ്ഞു, വാട്ട് ആർ പറഞ്ഞു, വാട്ട് എ പറഞ്ഞു, അതുപോലെ തന്നെ വാട്ട് യു. ഇപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോഴല്ലേ മനസ്സിലായത്? വാട്ട് യു വാണ്ട് നമ്മൾ ഒരാളോട് എപ്പോഴും ചോദിക്കാൻ കാര്യം നിനക്ക് എന്താ വേണ്ടത്, വാട്ട് യു വാണ്ട്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ടോ വാട്ട് യു വാണ്ട്, അത് സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ വാട്ട് WHAT വാട്ട് അഥവാ എന്ത് എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിത്യജീവിതത്തിൽ അത് എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. മലയാളത്തിൽ നമ്മൾ ഇഷ്ടം പോലെ വാക്കുകൾ ഉപയോഗിക്കുമല്ലോ എന്ത് ചേർത്തിട്ട്. എന്ത് ചേർക്കുന്നിടത്തൊക്കെ നമ്മൾ അത് മനസ്സിലത് വാട്ട് അവിടെ ചേർക്കുമ്പോൾ എന്തെന്നുള്ള ചേർക്കുമ്പോൾ നമ്മളവിടെ ഇംഗ്ലീഷിനെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ദെൻ ഓട്ടോമാറ്റിക്കലി ദ ലാംഗ്വേജ് വിൽ കം ആൻഡ് സിറ്റ് ഇൻ യുവർ ഹാർട്ട് forever. Then you can easily communicate with this particular word. You understand what I say? അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ അനുദിന ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് പറയുമ്പോൾ നമുക്കത് ഡെയിലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, വാട്ട് ചേർക്കുമ്പോൾ വാട്ട് ഈസ്, വാട്ട് ആർ, വാട്ട് എ, വാട്ട് യു, ഇങ്ങനെയുള്ള വാക്കുകളാണ് ഈസ്, ആറ്, ഏയ്, യുവ് കോമൺ ആയിട്ട് 90% ഇങ്ങനെയുള്ള വാക്കുകളാണ് വാട്ടിന് ശേഷം ഉപയോഗിക്കുന്നത്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മിക്കവാറുമുള്ള വാക്കുകളിലൊക്കെ നമ്മൾ വാട്ട് ചേർത്ത് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. നിങ്ങൾ പറയുമ്പോഴേക്കും ഇനി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പറയുന്ന വാക്കുകളിൽ വാട്ട് ചേർത്ത് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ഇങ്ങനെയുള്ള മാജിക്കൽ വേർഡ്സുമായിട്ട് എഗെയിൻ വി വിൽ കം ബാക്ക് ടു യു വിത്ത് ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ മുടങ്ങാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ നോക്കിയോളൂ. നമ്മൾ ഇനി കുറച്ച് ക്ലാസ്സുകളോട് ആയിക്കഴിഞ്ഞാൽ യു ക്യാൻ സ്പീക്ക്. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ. വി ആർ ഓർഗനൈസ്ഡ് ലൈക്ക് ദാറ്റ് ഓൺലി. സോ have a wonderful time for everybody. Take much care. We will meet with another session tomorrow. Thank you all.